ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണെന്നുള്ളതും കേട്ടു, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും കേട്ടു. അപ്പോൾ ഈ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനകത്ത് നമ്മളായിരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് അല്പം ഒന്ന് മാറാനുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടു. നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഇത് നമുക്ക് ഓടി നടന്ന് പല കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ ശിഷ്യനാണ്. എന്നോട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ലോകം മുഴുവൻ പോയി സുവിശേഷം അറിയിപ്പിൻ. അത് കേട്ടുകൊണ്ട് ഓടി നടന്ന് നമുക്ക് ഭൂഖണ്ഡങ്ങൾ താണ്ടി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോയി സുവിശേഷം അറിയിക്കാം. അങ്ങനെ ചെയ്യാം. പക്ഷെ എല്ലാവർക്കും അതിനുള്ള കഴിവില്ല. ഓരോരുത്തരെയും കർത്താവ് ഓരോ പ്രത്യേക രീതിയിലാണ് ഓരോരുത്തരെയും കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചിലർക്ക് നല്ല കഴിവുണ്ട്, ചിലർക്ക് അത്രയുമില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മളെക്കുറിച്ച് കർത്താവ് കർത്താവിൽ നിന്ന് ഒരു വിളി നമ്മൾ കേൾക്കണം. നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ കർത്താവിൽ നിന്ന് തന്നെ കേൾക്കണം. അത് കേട്ടിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മൾ തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് കർത്താവ് എന്നെ വിളിച്ചിട്ട് ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയല്ല. കർത്താവിൽ നിന്ന് കേൾക്കണം. നിന്നെക്കുറിച്ച് കർത്താവ് ഈ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കർത്താവിൽ നിന്ന് നമ്മൾ കേൾക്കണം. കർത്താവിൽ നിന്ന് കേട്ടതിന് ശേഷം അതിനെ അനുസരിക്കണം. ആ അനുസരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അനുസരണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം കർത്താവ് അതിനാണ് വില കൊടുക്കുന്നത്. കർത്താവ് പറയുന്നല്ലോ, അനുസരണം ബലിയേക്കാളും മുട്ടാടുകളുടെ കൊഴുപ്പിനേക്കാളും നല്ലത് എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവിൻ്റെ വായിൽ നിന്ന് കേട്ട് അതനുസരിക്കാൻ നമ്മളെ തയ്യാറാക്കണം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കണം. അല്ല, കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളുടെ ചിന്തയിൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്ത് ഓടാൻ പറ്റും. അത് മറ്റുള്ളവർ ചിലപ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ കർത്താവ് നോക്കുന്ന ഉടനെ ഞാൻ പറഞ്ഞല്ല അവൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ കർത്താവിന് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കർത്താവ് അത് സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിച്ചത് വെറും ശൂന്യമായി പോവും, വെറും നിഷ്പ്രയോജനമായി പോവും. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ മുമ്പിലിരുന്ന് കർത്താവിൽ നിന്ന് കേട്ട് കർത്താവ് പറയുന്നത് എന്താണ് അതനുസരിക്കാൻ നമ്മൾ തയ്യാറാകുക. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയപ്രകാരം നമുക്ക് ജീവിക്കാൻ കഴിയും. അപ്പോഴേ നമുക്ക് കർത്താവിൻ്റെ ഹൃദയപ്രകാരം ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ഹൃദയപ്രകാരം ജീവിക്കുന്നവരായി തീരണം. സ്വന്തം ഇഷ്ടം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരല്ല. കർത്താവിൻ്റെ ഹൃദയത്തിൽ കർത്താവ് എന്താഗ്രഹിക്കുന്നു
എന്നുള്ള കാര്യം അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുമ്പോൾ കർത്താവിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയും. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ഒരുപാട് അധ്വാനിച്ചു, വളരെയധികം അധ്വാനിച്ചു, പക്ഷേ ഒരിക്കലും തൃപ്തി നമുക്ക് വരുന്നില്ല. കർത്താവിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ പ്രവൃത്തികളെ, ഇപ്പം നമ്മൾ മറിയേയും മാർത്തയുടെയും കാര്യം നമ്മൾ കേട്ടല്ലോ. മറിയേയും മാർത്തയും നല്ലതുപോലെ സ്നേഹിക്കുന്ന കർത്താവാണ് അവിടെ വന്നിരിക്കുന്നത്. അവരുടെ വീട്ടിൽ വന്നിരിക്കുന്നത് വളരെയധികം സ്നേഹിക്കുന്ന കർത്താവാണ്. ആ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ എന്താണ് ഇപ്പം ഈ വന്നതിൻ്റെ കാര്യമെന്ന് അവർ മനസ്സിലാക്കാതെ അവിടെ മാർത്ത ചെയ്യുന്നത് എന്താണ്? മാർത്ത ചെയ്യുന്നത്, ഓ എൻ്റെ സഹോദരൻ മരിച്ചു, 4 ദിവസം കഴിഞ്ഞു, അങ്ങ് അടക്കി കഴിഞ്ഞ സഹോദരനാണ്. ആ സഹോദരനെ എഴുന്നേൽപ്പിക്കാൻ, ജീവനോടെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ ആണ് കർത്താവ് വന്നിരിക്കുന്നത്. പക്ഷേ കർത്താവ് കല്ലറയുടെ അടുത്തോട്ട് പോകുന്നുടനെ എന്തോ പറയുന്നേ? കർത്താവേ, നാറ്റം വെച്ചിരിക്കുക, അങ്ങോട്ട് പോകണ്ട, 4 ദിവസമായി നാറ്റം വെച്ചിരിക്കുക, അതുകൊണ്ട് കർത്താവ് അവിടോട്ട് പോകണ്ട. നമ്മളുടെയൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ്. കർത്താവിന് ഒരു വഴിയുണ്ട്, കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. കർത്താവ് അവൻ്റെ ഉദ്ദേശങ്ങളെ നിറവേറ്റാൻ കഴിവുള്ളവനാണ്. 4 ദിവസമായാലും 40 ദിവസമായാലും കർത്താവിന് കഴിയും എന്നുള്ളത് മനസ്സിലാക്കാതെ കർത്താവിനെ അഡ്വൈസ് ചെയ്യാതെ, കർത്താവ് ഇപ്പം അങ്ങോട്ട് പോകണ്ട, ആ ബാഡ് സ്മെല്ലെല്ലാം കൂടെ ശ്വസിക്കേണ്ട കാര്യമില്ല കർത്താവേ എന്ന് അങ്ങനെ ഒരഭിപ്രായം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കർത്താവ് സർവശക്തനാണ്. നമ്മുടെ കർത്താവ് സർവശക്തനാണ്. ഇനി ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ ഒരു പ്രയോജനമുള്ളതാക്കി തീർക്കാം എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് 3-4 മക്കളുണ്ട്. അതിലെ ഒരാൾ ഭയങ്കര അനുസരണം കെട്ട കുട്ടിയാണ്. അനുസരണക്കേട് തന്നെ കാണിക്കത്തുള്ളൂ, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. അങ്ങനെയുള്ള ആ കുഞ്ഞിനെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ ആ മാതാപിതാക്കൾ കിടന്നും പാടുപെടുന്നുണ്ട്. മറ്റുള്ളവർ അനുസരണമുള്ളവരുവാ. ആ മാതാപിതാക്കൾ അങ്ങനെ പാടുപെടുമ്പോൾ ലോകപ്രകാരം പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അവനെ ദുർഗുണ പരിഹാര പാഠശാലയിൽ അയക്കാം, അല്ലെങ്കിൽ അതുപോലെ പല കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട്, ആ കുഞ്ഞിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവൻ ഉറങ്ങുന്ന സമയത്ത് അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരപ്പനും അമ്മയും ഉണ്ടെങ്കിൽ, അവനൊരു ദിവസം ഉറക്കത്തിൻ്റെ മധ്യേ ഉണരുമ്പം ആ മാതാപിതാക്കൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കേൾക്കുന്നത്. ആ പ്രാർത്ഥന അവനെ ചേഞ്ച് ചെയ്യത്തില്ലേ? നിശ്ചയമായിട്ടും ചേഞ്ച് ചെയ്യും.
കാരണം ആ മാതാപിതാക്കളുടെ ഹൃദയം അവനറിയുന്നു, മറ്റേ അവന് ആ ഹൃദയം അറിയുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു 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 പാഠമായിട്ട് നമ്മൾ എടുക്കണം. നമ്മൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അവനെ അടിക്കാനോ അല്ലെങ്കിൽ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് നിർത്തി താമസിപ്പിച്ച് പഠിപ്പിക്കാനോ ഒക്കെ ശ്രമിക്കാം. പക്ഷേ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ, ആ പ്രാർത്ഥന കർത്താവിൻ്റെ ചെവിയിലെത്താൻ, ആ എത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിപ്പാൻ ഇടയാകൂ. നമ്മൾ അതിന് വെയിറ്റ് ചെയ്യത്തില്ല. അല്ലാതെ അവനെ അങ്ങോട്ടയക്കാനോ ഇങ്ങോട്ടയക്കാനോ സ്കൂളിൽ നിന്ന് സ്കൂളുകളിലോട്ട് മാറ്റി കൊണ്ടുപോകാനോ ഒക്കെ ട്രൈ ചെയ്യും. പക്ഷെ കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊടുക്കാൻ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സകല പ്രശ്നങ്ങളെയും കർത്താവിൻ്റെ മുമ്പിൽ വയ്ക്കുക. കർത്താവിൻ്റെ മുമ്പിൽ വെച്ചാൽ കർത്താവിനൊരു വഴി ഉണ്ടാകും. കർത്താവ് സർവശക്തനാണ്. നിൻ്റെ കുഞ്ഞിൻ്റെ സ്വഭാവം തന്നെ മാറ്റിയെടുക്കാൻ, അവൻ പോകുന്ന വഴി മാറ്റി വേറൊരു വഴിയിലേക്ക് അവനെ കൊണ്ടുവരുവാൻ കഴിവുള്ള കർത്താവാണ്. ആ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ കർത്താവ് അവന് ഏറ്റവും നല്ല പൈതലാക്കി നമുക്ക് തരാൻ കഴിവുള്ളവൻ്റെ കയ്യിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളവിടെ ഇനാക്റ്റീവ് ആകണം. മാർത്ത ചെയ്തതുപോലെ അല്ല. മാർത്ത നല്ല ഭക്ഷണം കർത്താവിന് ഉണ്ടാക്കി കൊടുത്തേ ഉക്കുള്ളൂ അതിന് കിടന്ന് കലങ്ങുകയാണ്. ഒരു കാര്യം ചെയ്ത് വരുമ്പോഴത്തേനും അത് ശരിയാകുന്നില്ല, അടുത്ത കാര്യം ചെയ്ത് വരുമ്പോഴത്തേനും ശരിയാകുന്നില്ല, മൂന്നാമത്തെ കാര്യം ശരിയാകുന്നില്ല. അന്നേരമാണ് ഓടി വന്ന് കർത്താവിനോട് പറയുന്നത്, കർത്താവേ, നിനക്കിതിനെപ്പറ്റി ഒരു ചിന്തയില്ലേ? എന്നെ അവൾ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോന്ന് നിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അപ്പോൾ കർത്താവിന് പറയാനുള്ള കാര്യം കർത്താവ് പറഞ്ഞു, മാർത്തേ, നീ പല കാര്യങ്ങളെ ചൊല്ലി മനസ്സ് കലങ്ങി നിൻ്റെ ജീവിതം പാഴാക്കി കളയണ്ട. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവിൽ നിന്ന് മറിയയ്ക്ക് സപ്പോർട്ടാണ് വരുന്നത്. എനിക്ക് ഒരു ഭക്ഷണവും നിങ്ങൾ തന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, പക്ഷേ നിത്യജീവൻ്റെ മൊഴികൾ എൻ്റെ കാൽക്കലിരുന്ന് കേൾക്കാൻ മറിയ തയ്യാറായിരിക്കുന്നു. നിനക്കതല്ല ആവശ്യം, എന്നെ ശുശ്രൂഷിപ്പാനാണ്. നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരാണോ കർത്താവിൽ നിന്ന് കേൾക്കുന്നവരാണോ? കർത്താവിനെ ശുശ്രൂഷിക്കുന്ന അനേകരുണ്ട്. ആ രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവന് വേണ്ട ശുശ്രൂഷ കൊടുത്തു. ഉടനെ പൈസ തികയാതെ വന്നു, കുറച്ച് രൂപ കടമെടുത്തു, അതിനെ ശുശ്രൂഷിച്ചു, കൊണ്ടുവന്നു. ആ കടം തീർക്കാൻ വേണ്ടി പിന്നെ കിടന്ന് പാടുപെടുക. അതേസമയം കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നാട്ടെ, കർത്താവിനെ ഒരു പൈസയും ചിലവാക്കാതെ ആ രോഗിയെ സൗഖ്യമാക്കുവാനും അവിടുത്തെ ഇപ്പോഴത്തെ പ്രയാസങ്ങൾ മുഴുവൻ സോൾവ് ചെയ്യാനും കഴിവുള്ള കർത്താവ് നമ്മുടെ ഭവനങ്ങളിൽ പല പ്രയാസങ്ങളുണ്ടല്ലേ, പല പ്രയാസങ്ങളുണ്ടാകാറുണ്ട്. അത് മുഴുവൻ സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. മൂത്ത മകൻ
അനുസരണക്കേടാ, അവനെ ശരിയാക്കാൻ പറ്റുന്നില്ല. അതിന് ഉള്ള വഴി നമ്മൾ അന്വേഷിക്കുകയാണോ, അവനെ കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണോ? കർത്താവേ, എൻ്റെ ഈ മോൻ അവൻ അനുസരണക്കേടാണ്, എനിക്ക് കഴിയുന്നില്ല, ഞാനിവിടെ ഹെൽപ്ലെസ്സാണ്. കർത്താവേ, നിനക്ക് കഴിയും, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരും എന്ന് നമുക്കെടുക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ വേറൊന്ന്, എൻ്റെ ഇളയ മകൻ, അവന് പഠിക്കാൻ ബുദ്ധിയില്ല, ബുദ്ധി കുറവാണ്. കർത്താവേ, കുഞ്ഞിന് ബുദ്ധി തീരെയില്ല, അവിടുന്ന് സഹായിക്കണേ എന്ന് പറയുകയാണോ? അതിനു വേണ്ടിയിട്ട് ട്യൂഷന് പുറത്ത് ട്യൂഷനും കൊടുത്തിട്ട് ആ കുഞ്ഞിനെ രാത്രി പോലും ഉറങ്ങാൻ സമ്മതിക്കാതെ അതിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് കർത്താവിൻ്റെ കയ്യിൽ ആദ്യം കൊടുക്കുക, അത് നമ്മൾ കണ്ടെത്തിയിട്ട് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കർത്താവിൽ നിന്ന് നമ്മളൊരു കാര്യം കേൾക്കും. അവനാ ട്യൂഷൻ കൊടുക്കണമെന്നോ, അല്ലെങ്കിൽ ഇന്ന സാറിനെ കൊണ്ട് ട്യൂഷൻ കൊടുപ്പിക്കണമെന്നോ, അല്ലെങ്കിൽ ഒരു സാറിനെ ഒരുക്കി കൊണ്ടുവരും. ആ സാറ് വന്നേച്ച് പറയും, നീ ഈ കുഞ്ഞിനെ 4 വരെയല്ലേ ക്ലാസ്, 4 മുതൽ 5 വരെ ആ സ്കൂളിൽ നിൽക്കാൻ പറ, ഞാൻ ആ കുഞ്ഞിന് വേണ്ടി ട്യൂഷൻ കൊടുക്കാമെന്ന് പറയിപ്പിക്കത്തക്കവണ്ണം കർത്താവിന് കഴിയും. കർത്താവിനൊരു വഴിയുണ്ട്. കർത്താവിൻ്റെ കയ്യിൽ നമ്മുടെ പ്രശ്നങ്ങൾ കൊടുക്കുക, എന്നിട്ട് കർത്താവിന് കീഴടങ്ങിയിരിക്കുക. കർത്താവ് കാര്യങ്ങളെ ചെയ്യും. ആ ജീവിതം ഏറ്റവും മനോഹരമായിരിക്കും. നമുക്ക് അങ്ങനെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളെ ക്രമപ്പെടുത്തി കിട്ടാനായിട്ട് നമ്മളെ താഴ്ത്തി കൊടുക്കാം. ഈ കർത്താവ് നമുക്ക് മതിയായവനാണ്. ഏത് കാര്യത്തിനും അവൻ മതിയായവനാണ്. അവന് ഒരു കാര്യത്തിലും കുറവുള്ളവനല്ല. രോഗിയുടെ രോഗം മാറ്റാനായാലും അവരുടെ പട്ടിണി മാറ്റാനായാലും ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കാനായാലും എല്ലാം ഈ കർത്താവ് കഴിവുള്ളവനാണ്. കഴിവുള്ള കർത്താവിൻ്റെ കയ്യിൽ നമ്മളുടെ ഭാരങ്ങളെ ഏൽപ്പിച്ച ശേഷം നമുക്ക് കർത്താവിൻ്റെ കയ്യിൽ സ്വസ്ഥതയോടെ ഇരിക്കാം. അതിന് നമ്മളെ താഴ്ത്തി വയ്ക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നേ ദിവസവും ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിനെ അടിസ്ഥാനമാക്കിയാണല്ലോ സഹോദരന് നമ്മളോട് സംസാരിച്ച് തുടങ്ങിയത്. അത് എല്ലാം നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നുള്ള ദൈവം നമുക്ക് വേണ്ടി നമുക്ക് ഈ ഭൂമിയിൽ അവൻ്റെ മക്കളായിട്ട് ജീവിക്കാനായിട്ട് അവൻ ചെയ്ത ഒരു വലിയ കാര്യം, അതിനെ വില കുറച്ച് കാണുവാനായിട്ട് ഒരിക്കലും നമുക്ക് ഇടയാകാതിരിക്കട്ടെ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ കർത്താവ് എന്താണ് എനിക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി ചെയ്തത് എന്നുള്ളത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഉൾക്കൊണ്ടുകൊണ്ട് കാണുവാനായിട്ട് ഇടയായിത്തീരണം. നമ്മൾ സഹോദരൻ ആ കല്യാണ സദ്യക്ക് എല്ലാം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ആ കാര്യത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു. ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുക, നിങ്ങൾ വന്നാൽ മതി. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ താഴോട്ട് ഇങ്ങനെ കണ്ണോടിച്ചപ്പോൾ അവന് കുറേ പേരെയൊക്കെ വിളിച്ച് അവരാരും ചെല്ലുന്നില്ല, അവർക്കൊക്കെ ഓരോരോ പരിപാടികളുണ്ട്. അല്ലേ, മത്തായിയുടെ സുവിശേഷം 22-ലാണ് നമ്മളത് വായിച്ചത്. അപ്പം അവർ ഓരോരുത്തരും അതിനെക്കുറിച്ച് ഞാൻ വായിക്കുന്നത്, അവർ ഓരോരുത്തരും ഓരോ പരിപാടിക്ക് പോയി. എന്നിട്ട് പിന്നെ അവന് ഈ പെരുവീടുകളിൽ പോയി, അതിന് മുമ്പൊരു അതായത് ക്ഷണിക്കപ്പെട്ടൊരു രോഗി 9-ാമത്തെ വാക്യം, ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പില്ലെന്ന് പറഞ്ഞു. ഒരു പക്ഷേ നമ്മൾ ഈ വഴിത്തലയ്ക്കൽ നിന്നവരായിരിക്കാം. എന്നെക്കുറിച്ച് ഞാനങ്ങനെ ചിന്തിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് യോഗ്യതയൊന്നും
പറയാനായിട്ട് ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ ഈ വഴിത്തലയ്ക്ക് നിന്ന എന്നെയും അവൻ്റെ ഈ ജീവിതത്തെ എനിക്ക് വേണ്ടി എല്ലാം നിവൃത്തിയായെന്ന് പറയുമ്പോൾ അവൻ എനിക്ക് വേണ്ടിയാണ് അത് നിവൃത്തീകരിച്ചത്. വെറുതെ എല്ലാം നിവൃത്തിയായി എന്ന് പറയില്ല. അത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ അവനത് ചെയ്തത്, അവനെ ഈ ഭൂമിയിൽ 33 വർഷം അവൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്യാതെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് പിതാവിൻ്റെ ഓരോ വാക്കുകൾക്കും ചെവി കൊടുത്ത് അവസാനം എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെന്ന് പറഞ്ഞ് കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ യാഗമാക്കി. പിന്നീട് അവസാനം നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ വായിക്കത്തില്ലെങ്കിലും തൻ്റെ ആത്മാവിനെ അത്യുച്ചത്തിൽ നിലവിളിച്ചെന്ന് പറഞ്ഞു. അത്യുച്ചത്തിൽ നിലവിളിച്ച് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം തൻ്റെ പ്രാണനെ വിട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് വേണ്ടിയാണ് ആ കാര്യം ചെയ്തത്. അത് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ നമ്മൾ 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദുഷ്ടന്മാർ നല്ലവർ ചിലയിടത്ത് അവർ ഈ ഒരു സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ചിലർ മുടന്തരായിരുന്നു, ചിലർ കണ്ണുപൊട്ടന്മാർ, അങ്ങനെയൊക്കെയുള്ളവരൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ആത്മീയമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു. അതായത് നമ്മുടെ ജീവിതത്തിലുള്ള വൈകല്യങ്ങളല്ല, നമ്മൾ ആത്മീയമായിട്ട് കുരുടന്മാരും നമ്മുടെ ജീവിതത്തിൽ ബലഹീനരായിട്ടുള്ളവരും ഈ ഇതിനൊന്നും യോഗ്യരായിട്ടുള്ളവരൊന്നും ആയിരുന്നില്ല. പക്ഷെ അവിടെ നമുക്ക് കർത്താവിൻ്റെ ആ സ്നേഹം അത് നമ്മെ തേടിയെത്തി. ഈ പഴത്തിലയ്ക്ക് നിന്ന് എന്നെ വിളിച്ച് അവൻ്റെ ഇന്ന് ഈ ശരീരമാകുന്ന സഭയെന്ന് പറയുന്നത് ഇന്ന് യേശുവിന് ഈ ഭൂമിയിൽ ശരീരം എന്ന് പറയുമ്പോൾ നമ്മളാണ് അവൻ്റെ ശരീരം. അപ്പോൾ അതിനോട് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം അവൻ്റെ ജീവിതം എനിക്ക് നൽകി. എല്ലാം നിവൃത്തിയായി. ഇനി യാതൊരു തടസ്സവുമില്ല ഈ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്, അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നതിന് ഇനി യാതൊരു തടസ്സവുമില്ല. കാരണം മരണത്തിന് എൻ്റെ മേൽ അധികാരമില്ല. സാത്താൻ ഇനി എന്നെ തടയിടാൻ കഴിയുകയില്ല. ഞാൻ എന്ത് ചെയ്താൽ മതി? അവൻ്റെ കാൽവറി ക്രൂശിലെ ആ യാഗത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി. അതിന് എനിക്കും അവനും ഇടയിൽ യാതൊരു, അതായത് ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്ത് അവൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയി. അവൻ്റെ സ്വസ്ഥതയിൽ നിന്ന്, നമ്മൾ ഈ സ്വസ്ഥതയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മത്തായിയുടെ സുവിശേഷം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിലൊരു വാക്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. സാഗ്ബറിൻ്റെ മെസ്സേജും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. അവിടെ നമ്മൾ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. അതായത് സ്വസ്ഥതയിലേക്ക് ആയി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അതായത് മനുഷ്യന് ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ അവൻ സ്വയമേ ഒന്നും ചെയ്യണ്ട. അവനെ സൃഷ്ടിച്ചിട്ട് നീ എന്നോടുള്ള കൂട്ടായ്മയിൽ സ്വസ്ഥതയോടെ ഇരിക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിച്ച് അങ്ങനെ. കാരണം അവന് ഒന്നും ചെയ്യാനില്ല. ആദ്യത്തെ ദിവസം പ്രത്യേകിച്ച് ഒരു പരിപാടിയും ചെയ്യണ്ട, കാരണം എല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ദൈവം പറയാണ്, നീ എന്നോടുകൂടെ എൻ്റെ കൂട്ടായ്മയിൽ ഇരിക്കുക, നീ എന്നോടുകൂടെ എന്നിൽ നിന്ന് കേൾക്കുക, എൻ്റെ സ്വസ്ഥതയിലായിരിക്കുക എന്ന് പറഞ്ഞാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ ദൈവം നമുക്കറിയാം, നമ്മൾ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ അവനത് ആ സ്വസ്ഥതയിൽ നിന്ന് അകന്നു പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം 4-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അതായത് ഇസ്രായേൽ മക്കളെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിൽ കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. അതിനുശേഷം നമ്മൾ 8-ാം വാക്യം വായിക്കുമ്പോഴും 8-ാം വാക്യമല്ല 11-ാം വാക്യം വായിക്കുമ്പോൾ അതുകൊണ്ടാരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാത്തിന് തൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. ഇത് നമ്മളോട് വീണ്ടും പറയുകയാണ് ദൈവം. അതായത് നമുക്കൊരു സ്വസ്ഥത ഇപ്പോൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇന്നും നമുക്ക് ആ സ്വസ്ഥത വാഗ്ദത്തം ചെയ്തുകൊണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ സ്വയമേ ഒന്നും അധ്വാനിച്ച് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യത്തിലല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവനോടുള്ള ആ കൂട്ടായ്മയിൽ യോഹന്നാൻ അനുഭവിച്ച പറയത്തില്ല, അവൻ്റെ നമ്മുടെ യോഹന്നാൻ്റെ ലേഖനം വായിക്കുമ്പോൾ അവൻ്റെ വെളിച്ചത്തിലും അവൻ്റെ കൂട്ടായ്മയിലും നമ്മൾ വസിക്കുക എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അത് അവൻ്റെ ആ വചനത്തിൽ, അത് നമ്മളിപ്പോൾ ഇവിടെ ഈ എബ്രായ ലേഖനത്തിൽ വായിച്ചപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കായ കൊണ്ടാണ് അവർ അനുസരണക്കേടിലേക്ക് എന്തുകൊണ്ടാണ് അവർ വീണുപോയത്. അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൻ വിശ്വസിക്കുന്നു.
അവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ അനുസരണക്കേട് ഉണ്ടായിട്ട് അവർ അവൻ്റെ സ്വസ്ഥതയിൽ നിന്ന് മാറിപ്പോയി. ദൈവം അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തെല്ലാം കാര്യങ്ങൾ. നമ്മൾ അവരുടെ യാത്രയെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം അവർക്ക് വേണ്ടി. പക്ഷെ ഒരിക്കൽ പോലും അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ ദൈവത്തിന് നേരെ പിറുപിറുക്കുന്നു, പരാതി പറയുന്നു, അവർക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന അധികാരത്തിനെ അവർ എതിർക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ജീവിതം അവർക്കൊരിക്കലും വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, മറിയയുടെ കാര്യത്തെക്കുറിച്ച് കാൽക്കലിരുന്ന് കേൾക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് അവളെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അവസാനം പറയുന്നു, ആരും അത് അവളോട് അപഹരിക്കില്ല. അപ്പോൾ ആരും അപഹരിക്കാത്തൊരു കാര്യമാണ് ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ആരും അപഹരിക്കാത്ത, കാരണം എൻ്റെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ദൈവം വന്നിരിക്കുന്ന ജീവൻ്റെ വചനം, അത് എന്നിൽ നിന്ന് ആർക്കും അപഹരിക്കാനായിട്ട് കഴിയുകയില്ല. അത് നേടിയെടുക്കാനും വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അവസരം തന്നിരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ നമ്മളെ കേൾപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്. അപ്പോൾ ആരും അപഹരിക്കാത്ത ആ ജീവൻ്റെ വചനം, അത് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായിട്ട് തീരും. യേശുവിനെക്കുറിച്ചും ഞാൻ ആദ്യം അത് സഹോദരൻ തുടങ്ങിയപ്പോൾ കർത്താവിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അപ്പം സ്വന്തമായിട്ടുള്ളൊരു പ്രവൃത്തിയല്ല, ദൈവം പിതാവ് എന്താണോ പുത്രനെക്കുറിച്ച് ആഗ്രഹിച്ചത് ആ പ്രവൃത്തി തികയ്ക്കുവാനായിട്ട് അവനൊരു പ്രവൃത്തി കൊടുത്തായിരുന്നു. യേശു ജോസഫിൻ്റെയും മറിയയുടെയും മകനായിട്ട് ബേത്ലഹേമിൽ അവരുടെ മകനായിട്ട് ജനിക്കണം. ഇത്ര നാൾ ഇന്ന പല ദേശത്ത് ജീവിച്ചായിട്ട് നമ്മൾ ആ ദേശത്തൊക്കെ ജീവിക്കണം, ഇന്ന ശുശ്രൂഷകൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രോഗികളെ എത്ര രോഗികളുണ്ടായിരുന്നു, എല്ലാവരും സൗഖ്യമാക്കി ഇല്ല, ഇന്ന രോഗികളെ സൗഖ്യമാക്കണം, ഇന്ന ആൾക്കാർക്ക് കാഴ്ച കൊടുക്കണം, ഇന്ന ആൾക്കാർക്ക് അവരുടെ പ്രശ്നത്തിൽ ഇടപെടണം എന്നൊക്കെ ഉള്ളത് പിതാവിൻ്റെ പദ്ധതിയായിരുന്നു. ആ പ്രവൃത്തി തികച്ചു എന്ന് ധൈര്യത്തോടെ യേശു ഇവിടെ പറയുകയാണ്. നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചു. എങ്ങനെ അത് സാധിക്കുന്നത്? പിതാവിൽ നിന്ന് കേട്ട് പിതാവിൻ്റെ നമ്മൾ അതിൻ്റെ ഈ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 5:30 നമ്മൾ ഇത് ബൈബിൾ സ്റ്റഡിയിലൂടെ ഇതൊക്കെ നമുക്ക് കടന്നു പോയതുകൊണ്ട് നമുക്കതൊക്കെ ഓർമ്മയിലുണ്ടാകും. 30-ാം വാക്യം വായിക്കുമ്പോൾ എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല എന്നവിടെ പറയുന്നുണ്ട്. ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ കേൾക്കുന്ന കാര്യങ്ങളിലാണ്. ഞാൻ എന്താണോ കേൾക്കുന്നത്, എൻ്റെ മുകളിലുള്ള വാക്കുകൾ വായിക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ 20-ാം വാക്യം വായിച്ചാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെ അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിതാവ് പുത്രനിൽ കൂടെ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് കേൾക്കാനും അത് അനുസരിക്കാനും എപ്പോഴും തൻ്റെ ജീവിതത്തെ പിതാവിൻ്റെ മുമ്പാകെ യേശു വെച്ചിരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ധൈര്യത്തോടെ പറഞ്ഞത്, ഞാൻ ഈ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചു. അതിൽ ഉൾപ്പെട്ടതാണ് ഈ എല്ലാം നിവൃത്തിയായി എന്ന് പറയുന്ന കാര്യം. അവസാന ശ്വാസം വരെയും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് എങ്ങനെ പൂർത്തീകരിക്കാനായിട്ട് യേശുവിന് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ പിതാവിൻ്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും അത് കേട്ടില്ല. നമുക്കറിയാം പത്രോസിനോട് എങ്ങനെ കൂടെ നടക്കും, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെ ഈ കൂടെ നടക്കുന്ന ആളോട് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയാനായിട്ട് സാത്താനെ എന്നെ വിട്ടു, എന്തോ വേറെ പലരുമാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ചെറിയ വാക്കുകളുടെ മുമ്പിൽ ഇടർച്ചയായിട്ട് അവർ സഭ വിട്ടുപോവുകയും പിന്നീട് കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ നമുക്ക് കാണാം. പക്ഷേ അവിടെ പത്രോസിനും അതിൽ നിൽക്കാൻ പറ്റി. പക്ഷേ യേശു അവിടെ പത്രോസിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, അവനെ അകമേ സ്നേഹിച്ചെന്ന് ഞാൻ പറഞ്ഞു. അവൻ്റെ ആ അകത്തെ ആത്മാവിനെ സ്നേഹിച്ച ഒരു പക്ഷേ അങ്ങനെ പറയാനായിട്ട് ഇടയായി തീർന്നത്. അവിടെയും പിതാവിൻ്റെ സ്വരമാണ് കേട്ടത്. ഇത് ഒരു മനുഷ്യ സ്വരം കേൾക്കാതെ പിതാവിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നതുകൊണ്ട് ധൈര്യത്തോടെ മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ചില ശബ്ദങ്ങൾ കേട്ടെന്നിരിക്കും ഇല്ലേ. സാത്താൻ പോലും ചിലപ്പോൾ വെളിച്ചതൂതിൻ്റെ വേഷത്തിൽ വന്ന് ചിലപ്പോൾ സംസാരിക്കുന്നൊക്കെയാണ് നമ്മൾ വചനത്തിൽ കൂടെ വായിക്കുന്നത്. അപ്പം പിതാവിൻ്റെ സ്വരം എത്രത്തോളം കേൾക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. ആരും ഉപഹരിക്കാത്ത മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അല്പമേ വേണ്ടൂ,
ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരൊറ്റ കാര്യം, ആ ഒരു പിതാവിൽ നിന്ന് കേൾക്കുന്ന, ആ കർത്താവിൻ്റെ ജീവിതത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ആ ഒരു വചനം കേട്ടുകൊണ്ട് ദിനംപ്രതി കേൾക്കണമെന്നുള്ളതാണല്ലോ. അതിൻ്റെ മറിയ കാൽക്കീഴി ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വസ്ഥമായിട്ട് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ യേശു പറയുന്നത് കേൾക്കാനായിട്ട് ആ ഒരു ആഗ്രഹത്തോടുകൂടി ജീവിക്കുമ്പോൾ അവനിൽ നിന്ന് കേട്ട് അവൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് യേശു നമുക്കൊരു മാതൃകയാണല്ലോ. അങ്ങനെ കേട്ട് മുമ്പോട്ട് ജീവിപ്പാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥത അനുഭവിക്കാനായിട്ട് കഴിയും. അതിനുവേണ്ടിയാണ് നമ്മളിൽ വ്യാപരിക്കുന്ന ഈ ശക്തിയൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. വെറുതെ ഈ പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ നിന്നും സഹോദരൻ നമ്മളോട് പറഞ്ഞല്ലോ, ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ ദൈവം നമുക്ക് ദാനം തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ 2 പത്രോസ് 1-ാം അധ്യായം വായിച്ച് കേട്ടു. അതിനകത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉത്സാഹമുള്ളവരും ഫലം കായ്ക്കുന്നവരുമായി തീരേണ്ടതിന് ചില കാര്യങ്ങൾ നമ്മളോട് കൂട്ടിക്കൊള്ളാനായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിക്കുന്നു, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്, അല്ലാതെ മടിയന്മാരായിട്ട് ഇരിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, നമ്മൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദിരജയവും, ഇന്ദിരജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ദൈവം ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളിത് വർദ്ധിച്ചു വന്നാൽ എന്താ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് നമ്മൾ ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ലെന്ന് നമ്മളെക്കുറിച്ചൊക്കെ ദൈവം നമ്മൾ ഇപ്പോൾ ബൈബിൾ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്നതിനുള്ള നമ്മൾ ഫലം കായ്ക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിനി കേൾക്കാനായിട്ട് പോകുന്നത്. അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. അത് ആത്മാവിൻ്റെ ഫലമാകാം, നീതിയുടെ ഫലമാകാം, സത്യത്തിൻ്റെ ഫലമാകാം, വെളിച്ചത്തിൻ്റെ ഫലമാകാം, സമാധാനത്തിൻ്റെ ഫലമാകും. ഈ ഫലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ ദൈവത്തിൽ വസിക്കുകയും അവൻ്റെ ഹിതപ്രകാരം. ഇത് നമ്മളെങ്ങനെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്ന റോമലേഖനത്തിൽ പറയുന്നു. അവൻ്റെ വീര്യത്തോട്, അവൻ്റെ സ്വഭാവ മഹിമയോട്, യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളിയായിത്തീരുന്ന അവസ്ഥ, അവനെ പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ എത്രത്തോളം നമുക്ക് അറിയാനായിട്ട് നമുക്ക് കഴിയുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പരിജ്ഞാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടുന്ന കാര്യമാണ് ഇന്ദിരജയം. യേശു എങ്ങനെയാണ് ഓരോ വ്യക്തി ജീവിതങ്ങളോടുള്ള അവനെയും ആൾക്കാർ അപമാനിച്ചില്ല, അവനെയും ആൾക്കാർ നിന്ദിച്ചിട്ടുണ്ട്, അവനെയും ആൾക്കാർ പരിഹസിച്ചിട്ടുണ്ട്, അവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അവൻ്റെ ജീവിതത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിലൊരു മാതൃകയാണ്. അവിടെയൊക്കെ നമുക്ക് യേശു എങ്ങനെയാണോ പ്രതികരിച്ചത് അതുപോലെ പ്രതികരിക്കാൻ തക്കനുള്ള ഇന്ദിരജയം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് ഉണ്ട്. പിന്നെ ഇത് സ്ഥിരതയോടെ മുമ്പോട്ട് പോകാനുള്ള നമ്മൾ ഇബ്രാഹിം ലേഖനകാരൻ പറഞ്ഞ വിശ്വാസത നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കുക. അവനൊരു നായകനാണ്, അവനിത് പൂർത്തി വരുത്തിയിരിക്കുക. എന്നിട്ട് ഈ ഓട്ടം ഇങ്ങനെ ഓടി നമുക്ക് മുമ്പിലൊരു മാതൃകയായിട്ട് തന്നിരിക്കുക. അപ്പോൾ ആ നായകനെ നോക്കി നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത വേണം. ഇതിങ്ങനെ ആരോ പറഞ്ഞ പോലെ ഇതിങ്ങനെ ഗ്രാഫ് പോലെ അപ്പ് ആൻഡ് ഡൗണിൽ പോകുന്നൊരു കാര്യമല്ല. സ്ഥിരതയോടെ മുമ്പോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, അവിടെ സഹോദര പ്രീതി വർദ്ധിച്ചു വരും. നമ്മളൊരു ശരീരത്തിൻ്റെ പല അവയവങ്ങളാണെങ്കിലും അത് ആ തലച്ചോറിനോട് ചേർന്ന് എല്ലാവരോടും ചേർന്ന് പ്രവർത്തിക്കുന്ന ഓരോ അവയവത്തിനും അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലേ. ഈ നഖത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചൊറിയാൻ മാത്രമല്ല, അതിന് കുരുക്കഴിക്കാനായിട്ടും കഴിയുമെന്ന് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അത് ചൊറിയുന്നത് നല്ലതാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നമ്മളിലുള്ള എന്താണെന്നുള്ള ചിലപ്പോൾ അന്നേരം വെളി വരും. അപ്പോൾ അതും നല്ലതാണ്. അതൊരു ശുശ്രൂഷയാണെന്ന് വേണം നമുക്ക് പറയാം. അപ്പം അങ്ങനെ സഹോദരപ്രീതി ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ അതിനോട് നമുക്ക് സ്നേഹത്തോടെ പ്രതികരിക്കാനായിട്ട് ദൈവം ഇടയാക്കണം. പിന്നെ സ്നേഹം നമുക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പകർന്നിരിക്കുന്ന സ്നേഹവും വർദ്ധിച്ചു വരുവാനായിട്ട് ഇത് നമുക്ക് തന്നു. എന്നാൽ പിന്നെ ഞാൻ എന്നിലതിലോ ഒതുങ്ങിക്കൊള്ളാമെന്നുള്ളതല്ല, അത് കവിഞ്ഞൊഴുകട്ടെ. അത് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും എങ്ങനെയാണോ കവിഞ്ഞൊഴുകിയത് അതുപോലെ മാനവരാശിയിലേക്ക് എങ്ങനെയാണത് കവിഞ്ഞൊഴുകിയത് അതുപോലെ എന്നിലൂടെ എൻ്റെ സഹോദരങ്ങളിലേക്ക് കൂട്ടായ്മയിലേക്ക് അത് ഒഴുകിയെത്തുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ഇങ്ങനെയൊക്കെയുള്ളൊരു ജീവിതം ഇതൊന്നും നമുക്ക് സ്വയമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ഒരിക്കലും കഴിയുന്ന കാര്യമല്ല. ഇതൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മളെ തന്നെ ഈ ഒരു ശരീരത്തെ നമ്മൾ മറ്റൊരിടത്ത് വായിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ളത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. അവൻ്റെ ശുശ്രൂഷകളാണ് ഇതൊക്കെ, അവൻ്റെ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ദേഹിയുടെ ആ ഒരു പരിമിതിയിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ല, അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ദേഹി നിന്നുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും, പക്ഷേ അതിനൊക്കെ ഒരു പരിമിതി. പക്ഷേ ഓർക്കണം, അത് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും വിലയേറിയതായിട്ട് എണ്ണപ്പെടത്തില്ല. അവൻ എന്താണോ എന്നിൽ കൂടെ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാനായിട്ടാണ് ദൈവം എന്നെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് തന്ന ഈ വലിയ സ്നേഹം അതിനുവേണ്ടി അവൻ്റെ ജീവനെ നൽകിയതുപോലെ
എൻ്റെ ജീവിതത്തിലും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ സഹോദരനെ പ്രാണനതുല്യം സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട്, ആ സ്വസ്ഥതയിൽ വസിച്ചുകൊണ്ട്, കർത്താവിൻ്റെ കൃപ ധാരാളമായിട്ട് അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് കേട്ട ദൈവദിനമൊക്കെ ദൈവം നമ്മളതിനെ സഹായിക്കട്ടെ. ദൈവഹിതമായാൽ ഞാൻ ഈ വെള്ളിയാഴ്ച വീണ്ടും എൻ്റെ ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നെ ഓർക്കണമേ. പ്രത്യേകിച്ച് ഈ 2 കുഞ്ഞുങ്ങളും അവർ ദൈവത്തെ അറിയുവാനായിട്ട് ദൈവം ഇടയാക്കണം. അവരുടെ യൗവനപ്രായവും കൗമാരപ്രായവും കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ദൈവം ഇടയാക്കണം. ആ കാര്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. So when Jesus received the sour wine, he said, "It is finished." And bowing his head, he gave up his spirit. കർത്താവിൻ്റെ ഇത് കർത്താവ് ആരാണെന്ന് എന്താണെന്ന് അവർക്ക് മിക്കവാർക്കും എല്ലാ യഹൂദന്മാർക്കും ഒക്കെ അറിയായിരുന്നു. എന്നിട്ടും ആ അവസാന നിമിഷത്തിൽ തനിക്ക് കിട്ടിയത് എന്തുവാണ്? ഈ ലോകത്തെ ഉണ്ടാക്കിയതായ സൃഷ്ടിച്ചതായ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന എന്തുവാ? യഹൂദന്മാർ ചെയ്തിരിക്കുന്ന എന്താ? 28 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന അവസരത്തിൽ, ആഫ്റ്റർ ദിസ് ജീസസ് നോയിങ് ദാറ്റ് all things were now accomplished, that the scripture might be fulfilled, and said, I thirst. ദാഹിക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കുന്ന എന്തുവാ? സോർ വൈൻ. നല്ല വൈൻ ഇല്ലാഞ്ഞിട്ടാണോ? അത് ഞാൻ അത് വായിക്കുന്ന അവസരത്തിൽ എനിക്ക് വളരെ എന്നെ ചിന്തിപ്പിച്ചു. ഇതോടനുബന്ധിച്ചൊരു കർത്താവ് ഈ ലോകത്തിൽ വന്ന് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടിയാണ്. 4-ാം അധ്യായം ഒരു ശമരിയാക്കാരിയുടെ കാര്യം പറയുന്ന അവസരത്തിലാണ് അവർ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന അവസരത്തിൽ ശമരിയയിൽ കൂടി കടന്നുപോയി കർത്താവും ശിഷ്യന്മാരും കൂടി അവിടെ പോകുന്ന അവസരത്തിലാണ് 4:34 ഇങ്ങനെ വായിക്കുന്നു. ജീസസ് said to them, My food is to do the will of him who sent me and to finish his work. കർത്താവ് വന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ടു ഫിനിഷ് ഹിസ് വർക്ക്. അതാണ് അവിടെ ആ വാക്ക് ഞാൻ അവിടെ പറയാൻ ഉപയോഗിക്കുന്നത്. ദൈവം കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അരിക്കൽ താൻ ടെസ്റ്റിഫൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു വാക്യമുണ്ടല്ലോ, 17:4 കൂടെ ഒന്ന് വായിക്കാമല്ലോ. I have glorified on the earth. I have finished the work which you have given me to do. ഇതാണ് ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ ജോലികളും താൻ ഈ ലോകത്തിൽ പൂർത്തീകരിച്ചതിന് ശേഷമാണ് താൻ പറയുന്നത്. 20:19 ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അൺഫിനിഷ്ഡ് വർക്ക് ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമല്ല. എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതായ കർത്താവിൻ്റെതായ എനിക്ക് തന്നിരിക്കുന്ന എല്ലാ ടാസ്കും ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പല സബ്ജക്റ്റുകൾ, പല ആൾക്കാർ, പല സംഗതികൾ ഇവിടെ ഏറെയുണ്ടായി. ഇന്ന് രാവിലെ എനിക്ക് ഏതോ ഒരു സെൻറ്റൻസ് എനിക്ക് കിട്ടിയായിരുന്നു, പക്ഷെ അത് ഞാനിപ്പോൾ മറന്നുപോയി. ഞാൻ ഓർമ്മിച്ചെടുക്കാൻ നോക്കുന്നു, കിട്ടുന്നില്ല. അത് എങ്ങനെയാണ്? അത് ദൈവം കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി എനിക്ക് ആ സെൻറ്റൻസ് നല്ലൊരു സെൻറ്റൻസ് ആയിരുന്നു. അത് എല്ലാവരുടെയും എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസും കൂടെ ആയിരുന്നു. കർത്താവിൻ്റെ 2ാം വരവിൽ നമ്മൾ ഈ കേൾപ്പിക്കുന്നതായ വചനങ്ങളെല്ലാം കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ലൊരു സെൻറ്റൻസാണ്. ഞാനത് മറന്നുപോയി. ആ പഴയ നിയമം വായിച്ച അവസരത്തിൽ ഇപ്പോൾ ഞാൻ വായിക്കുന്ന ന്യായാധിപൻ്റെ മാരുടെ പുസ്തകം നല്ല ഒത്തിരി വളരെയധികം വളരെ തീഷ്ണതയോട് ഈ വിശ്വാസ ജീവിതം നയിക്കുന്നതിന് വേണ്ടി അതിനെ വളരെയധികം പ്രയോജനപ്പെടുത്തും. കർത്താവ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഫിനിഷ്ഡ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് കർത്താവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടു. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെതായ ശരീരത്തിൻ്റെ അവയവമാകുന്ന സഭയുടെ ഒരു 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 കൂട്ടൊക്കെ ഉണ്ടല്ലോ. ആ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് അതിനിടയാകാത്ത രീതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കാണ്. കർത്താവിന് സഹായിക്കും. ദൈവം വിളിച്ച എന്ന് പറയുന്നു. ഇന്ന് കേട്ടത് യോഹന്നാൻ 19:30. അതിനകത്ത് എല്ലാം നിവൃത്തിയായെന്ന് പറഞ്ഞിട്ട് ദൈവം തല ചായച്ചു തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ അവസാന നിമിഷങ്ങളിലും യേശുവാണെങ്കിൽ തന്നെ ആത്മാവിനെ ഏൽപ്പിച്ച് പിതാവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇന്നലെ സുനിൽ ആങ്കിള് പറഞ്ഞ നമ്മുടെ അതിൻ്റെ മെയിൻ ടോപ്പിക്ക് നമ്മുടെ യേശു നമ്മുടെ പിതാവും ഒരു കൂട്ടുകാരനും ആയിരിക്കണമെന്നായിരുന്നു പറഞ്ഞത്. അതിനകത്ത് നമുക്ക് എന്ത് ബർഡൻ ഉണ്ടെങ്കിലും നമ്മൾ അത് പിതാവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളൊരു കൂട്ടുകാരൻ്റെ പറയുന്ന പോലെ നമുക്ക് യേശുവിനോട് പറയാം. ആ കാര്യം ഇന്നലെ കേൾക്കാൻ സാധിച്ചുള്ള നന്ദി പറഞ്ഞു.